പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടന്നുവന്ന RARS ഫാം കാർണിവൽ സമാപിച്ചു. ഒരാഴ്ച നീണ്ടുനിന്ന പ്രദർശനത്തിനും പരിപാടികൾക്കുമാണ് തിരശ്ശീല വീണത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ഫാം കാർണിവലിന് പ്രൗഢമായ സമാപനം. കാർഷിക മേഖലയിലെ പുത്തൻ സാങ്കേതിക വിദ്യകൾ, പൈതൃക കൃഷിരീതികൾ, ഹോർട്ടിക്കൾച്ചർ തെറാപ്പി, ബയോഡൈവേഴ്സിറ്റി കോൺക്ലേവ് എന്നിവ പൊതുജനങ്ങൾക്ക് പുത്തൻ അനുഭവമായി. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള കർഷകരും വിദ്യാർത്ഥികളും പങ്കെടുത്ത കാർണിവലിൽ ഫാം വാക്ക്, പൈതൃക വിത്തുത്സവം, കിസാൻ മേള എന്നിവ പ്രധാന ആകർഷണങ്ങളായി മാറിയിരുന്നു. പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കുഞ്ഞിരാമൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ മുറ്റത്തെ മുല്ലക്ക് മണ്ണുണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇതെല്ലാം നമ്മുടെ പരിസരത്തുള്ള ഒരു കാർഷിക ഗവേഷണ കേന്ദ്രം എന്നുള്ള അർത്ഥത്തിൽ പരിസരവാസികൾ എപ്പോഴും കാണുന്നതാണ്. പക്ഷേ പുറത്തു നിന്ന് വരുന്നവർക്കും നാട്ടിലുള്ളവർക്കും ഇതിനകത്ത് വന്ന് പരിചയപ്പെട്ടാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഈ പുതിയ കാലഘട്ടത്തിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു പ്രത്യേക കാലഘട്ടത്തിൽ എന്തൊക്കെ ഇടപെടൽ നമുക്ക് നടത്താൻ വേണ്ടി കഴിയും എന്നുള്ളൊരു അറിവ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കും. ലഭിക്കുന്നതിന് ഇടയായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രശ്ന കാരണങ്ങളിൽ ഈ പറഞ്ഞ ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആളുകളുടെ അതിൻ്റെ ചിലരുണ്ട് പരീക്ഷ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ആളുകളുടെ അങ്ങനെ ഒരു വലിയൊരു ഒഴുക്ക് എന്നുള്ള അർത്ഥത്തിൽ എത്താൻ വേണ്ടി പക്ഷേ ഭാവിയിൽ നമുക്കത് പരിഹരിച്ചെടുക്കാൻ വേണ്ടി കഴിയും. ഒഴിവാക്കി പോകാനല്ല, കൂടുതൽ ശക്തിയായിട്ട് വരികയാണ്. അതിന് നേരത്തെ പറഞ്ഞ പോലെ ബഡ്ജറ്റ് പ്രൊവിഷൻ, അതുപോലെ തന്നെ മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സാമ്പത്തികമായിട്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ ബഡ്ജറ്റ് പ്രൊവിഷനും കാര്യങ്ങളൊക്കെ വെക്കാൻ ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തിയാൽ സ്വാഭാവികമായിട്ട് കുറേ കൂടി മെച്ചപ്പെട്ടു വടക്കേ മലബാറിലെ ഒരു വലിയ കാർഷിക മേഖലകൾക്കുള്ള ഒരു എക്സിബിഷൻ അല്ലെങ്കിൽ ഒരു കാർണിവൽ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിയും. ചടങ്ങിൽ ഗവേഷണ കേന്ദ്രത്തിന്റെ 100 വർഷത്തെ നേട്ടങ്ങൾ വിവരിക്കുന്ന സെന്റീനിയൽ റിസർച്ച് ഓഫ് RARS പിലിക്കോട് ഉൾപ്പെടെ 3 പ്രധാന ഗ്രന്ഥങ്ങൾ പ്രകാശനം ചെയ്തു. റിട്ടയർഡ് പ്രൊഫസർ NN രാമൻകുട്ടി, റിട്ടയർഡ് ADR ഡോക്ടർ ജയപ്രകാശ് നായിക്, ഡോക്ടർ T വനജ എന്നിവർ പുസ്തകങ്ങളെക്കുറിച്ചുള്ള വിവരണം നൽകി. കാർഷിക വിജ്ഞാനം സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനുള്ള ലളിതമായ മാർഗനിർദ്ദേശങ്ങളാണ് ഈ കൃതികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാർണിവലിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും കേരള കാർഷിക സർവകലാശാല എക്സ്റ്റൻഷൻ ഡയറക്ടർ ഡോക്ടർ ബിനു P ബോണി വിതരണം ചെയ്തു. ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ T വനജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പടന്നക്കാട് കാർഷിക കോളേജ് ഡീൻ ഡോക്ടർ സജിത റാണി മാധ്യമപ്രവർത്തകരെ ആദരിച്ചു. RARS പിലിക്കോട് അസോസിയേറ്റ് പ്രൊഫസർ PK രതീഷ് സ്വാഗതം പറഞ്ഞു. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.